കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഞാൻ നിന്നെ മറക്കുകയില്ല. മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വൃദ്ധജനങ്ങളുടെയും 6ാമത് ആഗോള ദിനത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ യുവജനങ്ങൾക്കും രോഗികൾക്കും നവവധൂവരന്മാർക്കും വേണ്ടി മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ധന്യൻ ഫുൾട്ടൻ ജേഷിന്റെ വാഴ്ത്തപ്പെട്ട പദവിക്ക് വത്തിക്കാൻ അംഗീകാരം നൽകി. മതസ്വാതന്ത്ര്യത്തിനെതിരായ നിയമങ്ങൾ പിൻവലിക്കണം CBCI. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം ചങ്ങനാശ്ശേരിയിൽ. വാർത്തകൾ വിശദമായി. ഞാൻ നിന്നെ മറക്കുകയില്ല. മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വൃദ്ധജനങ്ങളുടെയും 6ാമത് ആഗോള ദിനത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വൃദ്ധജനങ്ങളുടെയും 6ാമത് ആഗോള ദിനത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഈ വർഷത്തെ ധ്യാന വിഷയം. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4ാം ഞായറാഴ്ചയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2021-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനത്തിനും വേണ്ടിയുള്ള ആഗോള ദിനം സ്ഥാപിച്ചത്. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ യുവജനങ്ങൾക്കും രോഗികൾക്കും നവവധൂവരന്മാർക്കും വേണ്ടി മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ യുവജനങ്ങൾക്കും രോഗികൾക്കും നവവധൂവരന്മാർക്കും വേണ്ടി ലിയോ 14-ാമൻ പാപ്പ പ്രാർത്ഥിച്ചു. വത്തിക്കാനിലെ പോൾ 6-ാമൻ ശാലയിലായിരുന്നു പൊതു കൂടിക്കാഴ്ച. ജീവിത മാർഗത്തിൽ കരുത്തേകുന്ന ദൈവകൃപകൾ ലൂർദ് മാതാവ് നിങ്ങൾക്കായി വാങ്ങിത്തരട്ടെ എന്ന് പാപ്പ പ്രാർത്ഥിച്ചു. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനം ആഗോള സഭയിൽ രോഗീ ദിനം കൂടിയായി ആചരിക്കുന്നു. ധന്യൻ ഫുൾട്ടൻ ജേഷിന്റെ വാഴ്ത്തപ്പെട്ട പദവിക്ക് വത്തിക്കാൻ അംഗീകാരം നൽകി. സുവിശേഷവൽക്കരണത്തിന് ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ച ആർച്ച് ബിഷപ്പ് ധന്യൻ ഫുൾട്ടൻ ജേഷിന്റെ നാമകരണ നടപടികൾക്ക് വത്തിക്കാൻ അംഗീകാരം നൽകി. ഇക്കാര്യം വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചുവെന്ന് ഇല്ലിനോയിസ് പിയോറിയ രൂപതയിലെ ബിഷപ്പ് ലൂയിസ് ടെൽക്ക അറിയിച്ചു. 1979-ൽ അന്തരിച്ച ഫുൾട്ടൻ ജേഷിന്റെ നാമകരണ നടപടികൾക്ക് 2002-ലാണ് തുടക്കം കുറിച്ചത്. മതസ്വാതന്ത്ര്യത്തിനെതിരായ നിയമങ്ങൾ പിൻവലിക്കണം CBCI. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾപ്പെടെ മതസ്വാതന്ത്ര്യത്തിനെതിരായ നിയമങ്ങൾ പിൻവലിക്കണമെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ പാലിക്കപ്പെടണമെന്നും CBCI ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 4 മുതൽ 10 വരെ ബാംഗ്ലൂരിൽ നടന്ന 37ാമത് പ്ലീനറി സമ്മേളനത്തിന്റെ അവസാനം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇന്ത്യയിലെ സംയുക്ത മെത്രാൻ സമിതി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മതസ്വാതന്ത്ര്യവും വ്യക്തികളുടെ സ്വകാര്യതയും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മെത്രാൻമാർ രാജ്യത്തിന്റെ ഭരണഘടനയിലുള്ള തങ്ങളുടെ വിശ്വാസം സംബന്ധിച്ചും പ്രഖ്യാപനം നടത്തി. ബാംഗ്ലൂരിലുള്ള സെന്റ് ജോർജ് അക്കാദമിയിലായിരുന്നു ഇത്തവണത്തെ സമ്മേളനം. 202 മെത്രാൻമാർ പങ്കെടുത്തു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം ചങ്ങനാശ്ശേരിയിൽ. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം 13-14 തീയതികളിലായി ചങ്ങനാശ്ശേരിയിൽ നടക്കും. മാർ ജോസഫ് പവത്തിലിന്റെ കബറിടത്തിൽ നിന്ന് പ്രതിനിധി സമ്മേളന വേദിയായ കുന്നന്താനം ധ്യാന കേന്ദ്രത്തിലേക്കാണ് ഛായാചിത്ര പ്രയാണം ആരംഭിക്കുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനവും വിദ്യാഭ്യാസ സെമിനാറും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്യും. 14-ന് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, മാർ ജോസഫ് കല്ലറങ്ങാട് തുടങ്ങിയവർ പങ്കെടുക്കും. KCBCയും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും ഏർപ്പെടുത്തിയ അധ്യാപക വിദ്യാലയ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.